വത്സലേ വത്സലേ വത്സലേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ നാരായണൻ മാഷ് ആവാഹിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരിക്കുറിപ്പ് ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വേഗം പറ, ഇല്ലേ ഉമിക്കിരിയാക്കും. എന്തൊക്കെയോ പെട്ടികള് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഓഹോ, അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവിടിഞ്ഞ് 3 നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരിക്കുറിപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം. പൂജ നിർത്താം. കുറിപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ച് കിടന്നോ. ചിന്നക്കുറിപ്പെങ്കിൽ ചിന്നക്കുറിപ്പ് ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കേറിയാൽ പോരെ? സമയം എത്രയായില്ലേ? നാളേക്ക് വെച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട, എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറിപ്പിന്റെ നേരെ ചെല്ലട്ടെ.